ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം പോയി, അത് തിരിച്ചു കിട്ടി. പക്ഷേ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അന്വേഷണമൊക്കെ ഇപ്പോൾ ആരെ കേന്ദ്രീകരിച്ചാണ്? ജീവനക്കാരിൽ ആരെങ്കിലും ഒക്കെ ഇപ്പോൾ സംശയാസ്പദമായ രീതിയിലൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? പറയാം മീര. സേതു, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും സുരക്ഷയുള്ള ക്ഷേത്രത്തിൽ ഇങ്ങനൊരു സംഭവം ാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അന്വേഷണം ഇപ്പോഴും ജീവനക്കാരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സൂചിപ്പിച്ചതുപോലെ നിരവധിയായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 13.5 പവനോളം ആ ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയത്. എന്തായാലും ജീവനക്കാരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ വൈകിട്ടോട് കൂടിയായിരുന്നു ഈ നഷ്ടപ്പെട്ടു പോയ 13 പവൻ മണലിൽ നിന്ന് പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയായിരുന്നു ഈ ഒരു അവസാനമായി ആ ലോക്കർ തുറന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ശനിയാഴ്ച ഈ വിവരം മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സുരക്ഷ ക്രമീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സ്വർണം സൂക്ഷിക്കുന്നത് സ്ട്രോങ് റൂമിൽ, ലോക്കറിൽ, പെട്ടിയിൽ പൊതിഞ്ഞ രീതിയിലാണ് ഈ ഒരു സ്വർണം സൂക്ഷിക്കുന്നത്. ഇത് എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഉൾപ്പെടെ നിരവധിയായ ഘട്ടങ്ങളുണ്ട്. ഈ എടുക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് പടി ഉൾപ്പെടെയുള്ള ജീവനക്കാരും ഒപ്പം എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ ആ ഒരു സ്ഥലത്ത് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇത് എടുക്കുന്ന സമയത്ത്, ശനിയാഴ്ച ഈ പണി പൂർത്തീകരിക്കാൻ വേണ്ടി ഈ സ്വർണം എടുക്കുന്ന സമയത്ത് ലോക്കറിന് അകത്തു വെച്ച് തന്നെ ഈ ഒരു പെട്ടി തുറന്നു എന്നൊരു മൊഴിയായിരുന്നു അസിസ്റ്റന്റ് പടി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനെ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളായിട്ട് പുരോഗമിച്ചത്. എന്തായാലും പോലീസ് ഇന്നലെ ഈ സ്വർണം കണ്ടെടുത്ത സമയത്ത് പോലീസ് നഷ്ടപ്പെട്ടു പോയ സ്വർണം കിട്ടി, പക്ഷെ നിരവധിയായ ചോദ്യങ്ങൾ ബാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നലെ ഉൾപ്പെടെ പോലീസ് പറഞ്ഞത് ഇത് ആരെങ്കിലും മോഷ്ടിച്ച് സംഭവം വിവാദമായ സമയത്ത് ഇത്തരത്തിൽ ഉപേക്ഷിച്ചതാവാം എന്നുള്ളൊരു സാധ്യതയാണ്. അത് കൂടാതെ ശരി മീര, ഇത് തന്നെയാണ് ഈ ഇത്രയും സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഈ 13.5 പവൻ പോയത് എന്നതൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് എത്രയും വേഗം ഇതിലൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളൊക്കെ ഇതിൽ ഒരു സംശയമൊക്കെ മാറുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ മീര.